ചേട്ടാ, ഈ പീരുമേടിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ കുട്ടി പറയാം. അതിനു മുമ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈജിപ്ഷ്യൻ പിരമിഡുകളിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിലെ ഒരു അത്ഭുതമാണ് ഈജിപ്ഷ്യൻ പിരമിഡ്സ്. ഇത് നിർമ്മിച്ചത് 3 രാജാക്കന്മാരാണ്. അവരുടെ പേരുകൾ ഇപ്പോൾ പറയാം. പിന്നെ ഒരു കാര്യം, ഈജിപ്ഷ്യൻ പിരമിഡിലെ കല്ലുകളുടെ ഭാരം എന്ന് പറഞ്ഞാൽ 15 ടണ്ണാണ്. ഇതൊക്കെ എങ്ങനെ എടുക്കുന്നു? ഇതെങ്ങനെ അവർ നിർമ്മിച്ചു? അതിപ്പോഴും നമുക്കൊരു സംശയമാണ്. ഈ 3 രാജാക്കന്മാരുടെ പേര് പറയാൻ പാടാണ്. ഖുഫു, ഖഫ്രി, മെൻകാറെ എന്നീ രാജാക്കന്മാരാണ് ഈജിപ്ഷ്യൻ പിരമിഡ് നിർമ്മിച്ചത്. അതിലെ ഭീമൻ പിരമിഡ്, മുമ്പിലിരിക്കുന്ന വലിയ പിരമിഡ് ഖുഫു രാജാവാണ് നിർമ്മിച്ചത്. പിന്നെ അതിൻ്റെ 2ാമത്തെ തലമുറ, എൻ്റെ മകൻ ആണ് 2ാമത്തെ പൊക്കമുള്ള ഖഫ്രെ രാജാവാണ് 2ാമത്തെ നിർമ്മിച്ചത്. പിന്നെ ഏറ്റവും ചെറിയ പിരമിഡ് ഉണ്ടല്ലോ, അത് നിർമ്മിച്ചത് 3ാമത്തെ രാജാവായ മെൻകാറെ ആണ് നിർമ്മിച്ചത്. മരണാന്തര ജീവിതത്തിലേക്കുള്ള ഒരു വഴിയായിട്ടാണ് ഈജിപ്ഷ്യൻ പിരമിഡുകളെ പണ്ടത്തെ രാജാക്കന്മാർ നിർമ്മിച്ചിരുന്നത്. അവിടെ അടക്കുമ്പോൾ മോശം കിട്ടുമെന്നൊക്കെയായിരുന്നു ഫറവോ രാജാക്കന്മാരുടെ വിശ്വാസം. ഈ ഈജിപ്ഷ്യൻ പിരമിഡ് നിർമ്മിച്ചതിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഞാനിപ്പോൾ പറയാം. അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറം നിന്ന് കൊണ്ടുവന്നതാണ് ഈജിപ്ഷ്യൻ പിരമിഡ് നിർമ്മിക്കാനുള്ള കല്ലുകൾ. ഇതെങ്ങനെ സാധിച്ചു എന്ന് ഇപ്പോഴും ഒരു സംശയമാണ്. അതിൻ്റെ തൊട്ടരികിൽ കൂടെ നൈൽ നദി ഒഴുകുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ കൊണ്ടുവരാനും സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. മറ്റു ചിലർ പറയുന്നത് ഈജിപ്ഷ്യൻ പിരമിഡ് നിർമ്മിച്ചത് ഏലിയനുകൾ ആണെന്നാണ്. ഏലിയനുകൾ വന്ന് അതിനെ പെർഫെക്റ്റായിട്ട് നിർമ്മിച്ചതാണെന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. മറ്റു ചിലർ പറയുന്നത് ഭീമന്മാരായ മനുഷ്യരും അല്ലെങ്കിൽ മാജിക് മന്ത്രവാദികളൊക്കെ ഉണ്ടാക്കിയ പിരമിഡാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലവർ പറയുന്നത് ഈജിപ്ഷ്യൻ പിരമിഡ് ഒരു കല്ല് വെച്ചു, അത് എൻ്റെ അച്ഛൻ. അതിനുശേഷം പിന്നെ 2ാമത്തെ തലമുറ വന്നപ്പോൾ വീണ്ടും ഒരു കല്ല് വെച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. തലമുറകൾ കൈമാറി ഉണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. ഈജിപ്ഷ്യൻ പിരമിഡിന് ഇപ്പൊ കാണുന്ന കളറല്ല ഉണ്ടായിരുന്നത്, ഒരു വെള്ള കളറായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ മണ്ടയിൽ നല്ല തേച്ചു മിനുക്കിയ ഇതുപോലെ ഒരു നമ്മളെല്ലാം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈജിപ്ഷ്യൻ പിരമിഡിന് 4 വശങ്ങളാണ്. 4 വശങ്ങളല്ല ഉള്ളത്, 8 വശങ്ങളാണ് ഈജിപ്ഷ്യൻ പിരമിഡിനുള്ളത്. അത് നമ്മൾ നേരെ നോക്കിയാൽ കാണത്തില്ല. നമ്മൾ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കി 8 വശങ്ങൾ ഉള്ള പിരമിഡിനെ ഇതെങ്ങനെ നിർമ്മിച്ചെന്ന് ഇപ്പോഴും ഒരു സംശയം. ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജികൾ നിർമ്മിച്ചാലും ഇതുപോലെയൊരു ഭംഗിയായുള്ള പിരമിഡ് നിർമ്മിക്കാൻ സാധ്യമല്ല. പിന്നെ ഇപ്പോൾ കേട്ട ഒരു വാർത്തയാണ്, ഈജിപ്ഷ്യൻ പിരമിഡിന്റെ അടിഭാഗത്ത് ഒരു നഗരമുണ്ടെന്ന്. ആ നഗരം ഒരു രാജാവ് ഉണ്ടാക്കിയ, ആ രാജാവിൻ്റെ പേരെനിക്ക് അറിയില്ല. എന്തിനായിരിക്കും ഈജിപ്ഷ്യൻ പിരമിഡിനടിയിൽ ആ മഹാനഗരം നിർമ്മിച്ചത്? നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ അമർത്തണേ.